KSUക്കാരുടെ കൂടി അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. KSU ആയിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ്റെ ഭരണകാലത്ത് കേരളത്തിലെ ക്യാമ്പസിൽ KSU ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കണം. അത്രയും സംഘടിതമായിട്ടുള്ള അക്രമം, ആക്ഷേപം ഇതെല്ലാം ഏറ്റുവാങ്ങുന്ന കുട്ടികൾ, അവരെ ആക്രമിക്കാൻ കൂട്ടുനിന്ന മനുഷ്യർ ഒരു തരത്തിലും കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് രാഷ്ട്രീയ നിയമനങ്ങളിൽ വരാൻ പാടില്ല. അങ്ങനെ ധീരമായ പോരാട്ടം നടത്തുന്ന ആളുകൾ, ആ പോരാട്ടം നടത്തുന്ന ആളുകളെ ധിക്കരിച്ച് അല്ലെങ്കിൽ അവരുടെ ആശങ്ക കാണാതെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത ആളുകൾ, അവരെ ശുപാർശ ചെയ്ത പിന്തുണച്ച ആളുകളൊക്കെ ആരാന്ന് ഞങ്ങൾക്ക് അറിയണമെന്ന് പറയും. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തെ ചൊല്ലിയുള്ള മുഖ്യമന്ത്രി KSU തർക്കം പുരോഗമിക്കുകയാണ്. അതിനിടെ മുഖ്യമന്ത്രി ചോദിച്ചത് ഈ സർക്കാർ നിയമനത്തിൽ KSUവിന് എന്ത് കാര്യമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് KPCC വക്താവ് കൂടിയായിട്ടുള്ള ഡോക്ടർ ജിൻഡോ ജോണാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മുഖ്യമന്ത്രി ചോദിച്ചത് KSUവിന് എന്താണ് കാര്യം എന്നുള്ളതാണ്. KSUവിന് ശരിക്കും കാര്യമില്ലേ? അല്ല, അത് അദ്ദേഹം ഉദ്ദേശിച്ചത് 2 കാര്യം. അതിൽ ഒന്നാമത്തെ ഭാഗം KSU അല്ല ഇത് തീരുമാനിക്കുന്നത്. അത് 100% ശരിയാണ്. സർക്കാർ സംവിധാനങ്ങളാണ് അത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. പക്ഷേ KSUവിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. KSUവിന് മാത്രമല്ല, കേരളത്തിൽ ആർക്കും അഭിപ്രായം പറയാം. പ്രത്യേകിച്ച് രാഷ്ട്രീയ നിയമങ്ങളാകുമ്പോൾ, ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ ഏൽക്കുമ്പോൾ, പ്രത്യേകിച്ച് UDFൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാകുമ്പോൾ അക്കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ടെങ്കിൽ KSUവിന് അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം KSUക്കാരുടെ കൂടി അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. അതിനൊക്കെ മുഖ്യമന്ത്രി KSUവിനെ പരിഗണിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അല്ല, അങ്ങനെയല്ല. മുഖ്യമന്ത്രി വ്യക്തിപരമായി പരിഗണിച്ചില്ല എന്നുള്ള ആക്ഷേപമല്ല. അവർ ഉന്നയിച്ച ആശങ്കകൾ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായിരുന്നു, അതിന് പരിഹാരം കാണേണ്ടതായിരുന്നു. ഇനി അല്ലാത്ത സാഹചര്യമാണെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യേണ്ടതായിരുന്നു. അതിൻ്റേതായൊരു രീതിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ടതായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നടന്നിട്ടില്ല. അല്ല, അങ്ങനെ ഇല്ല. അവർക്ക് അത്തരം വിഷമങ്ങൾ KSUക്കാർക്കുണ്ടല്ലോ, സ്വാഭാവികമായിട്ടും ഉണ്ട്. അപ്പോൾ അത് വ്യത്യസ്തമായ ഒരു അഭിപ്രായമായിട്ട് അത് മാറുന്നത് അതൊരിക്കലും നല്ലൊരു രീതിയല്ല. ഈ KSU പ്രസിഡന്റ് അപ്പോയിൻമെന്റ് ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രസിഡന്റ് തന്നെ പറയുന്നത്. അല്ല, അതിൻ്റെ ഒരു സത്യാവസ്ഥ അവർ 2 പേരിലും ആരെങ്കിലും ഒരാൾ പറയാതെ അപ്പോയിൻമെന്റ് ചോദിച്ചിട്ട് കിട്ടില്ല. അത് ചിലപ്പോൾ ഓഫീസിലെ തിരക്കുകൾ കാരണമായിരിക്കും, ഭരണപരമായ തിരക്കുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ കുറച്ച് ദീർഘമായി സംസാരിക്കേണ്ട വിഷയമായതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള സമയവും സന്ദർഭവും ഒത്തുവരാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ അത് പരിശോധിച്ച് അവർ തീരുമാനത്തിലെത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉമ്മൻചാണ്ടി അനുസ്മരണം കൂടിയാണ്. അപ്പോൾ KSUയിലൂടെ വളർന്നു വന്ന മഹാനായ നേതാവാണ് ഉമ്മൻചാണ്ടി. ആ ഒരു ദിവസം ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് ആ തരത്തിൽ KSUക്കാരുടെ അല്ലെങ്കിൽ KSUവിൻ്റെ ചരിത്രമൊന്നും അദ്ദേഹം ഓർക്കാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തോന്നുന്നുണ്ട്. ഇല്ല, അങ്ങനെയില്ല. ഇന്നത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാർ, അഖിലേന്ത്യാ നേതാക്കന്മാരൊക്കെ KSUയിലൂടെ വളർന്നു, യൂത്ത് കോൺഗ്രസിലൂടെ വളർന്ന ആളുകളാണ്. ഒരിക്കലും KSUവിനെ അത്തരത്തിൽ തള്ളിപ്പറയുന്ന ഒരു നിലപാടെടുക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നില്ല. മാത്രമല്ല, ഇന്ന് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനമല്ലേ. ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഇത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായും രഹസ്യമായി പറയുന്ന ആളുകളുണ്ടായിരുന്നു, പരസ്യമായി പറയുന്ന ആളുകളുണ്ട്. പക്ഷേ അങ്ങനെ അഭിപ്രായ വ്യത്യാസം പറയുന്ന ആളുകളെയൊക്കെ സഹിഷ്ണുതാ മനോഭാവത്തോട് ഉമ്മൻചാണ്ടി ചേർത്ത് നിർത്തുക ചെയ്തിട്ടുള്ളൂ. അവരുടെ അഭിപ്രായം കേട്ടിട്ടുണ്ട്, തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഒരു മാതൃക തന്നെയാണ് ജനാധിപത്യ സംസ്കാരത്തിന്റെ കാര്യത്തിൽ. ഉമ്മൻചാണ്ടി പോലുള്ള മുൻ മുഖ്യമന്ത്രിമാർ സ്വീകരിക്കാത്ത ഒരു സഹിഷ്ണുതാ മനോഭാവം നിലവിലെ മുഖ്യമന്ത്രിക്ക് ഇല്ല എന്നുള്ള കൂടെ. അല്ല, അങ്ങനെ ഒരു റീഡിംഗ് ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ശൈലിയല്ലേ ഉമ്മൻചാണ്ടിയെ അനുകരിക്കപ്പെടേണ്ടതാണ് പല കാര്യത്തിലും, പ്രത്യേകിച്ച് ജനകീയമായിട്ടുള്ള വിഷയങ്ങളിൽ അല്ലെങ്കിൽ അത്തരം അഭിപ്രായങ്ങളുടെ കാര്യത്തിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളെ ജനാധിപത്യ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കപ്പെടാനുള്ള ഒരു സഹിഷ്ണുതാ മനോഭാവത്തിന് ഉമ്മൻചാണ്ടി ഒരു നല്ല ഉദാഹരണമാണ്. ഈ നിലവിലെ തർക്കം തുടരുകയാണെന്നുണ്ടെങ്കിൽ KSUവിനൊന്ന് ക്ഷീണമാണ്. KSU പരിഹാസ കഥാപാത്രമാണ് KSU പ്രസിഡന്റ് അടക്കം. നിലവിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടതല്ല. അതിന് പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള കടിഞ്ഞാണ് മുഖ്യമന്ത്രിക്ക് മേലുണ്ടാവും. KSU ഒരു തരത്തിലും പരിഹാസമാകില്ല. കാരണം KSU കൃത്യമായിട്ട് ആർജവത്തോടെ അഭിപ്രായം പറയുന്ന ഒരു സംഘടനയാണ്. വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ട്, അത് പറയാൻ ശേഷി കാണിക്കുന്ന ഒരു സംഘടനയാണ്. 10 വർഷക്കാലം കേരളത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടനയും ഭരിക്കുന്ന സംഘടന ഭരണവിലാസം സംഘടനയായിട്ട് മറ്റ് സംഘടനകൾ മാറിയപ്പോൾ KSU 10 കൊല്ലം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാൻ ആർജവം കാണിക്കുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ പേരിൽ അവർക്ക് ഒരു തരത്തിലും വിലയിടിവ് ഉണ്ടാകില്ല. ഞാൻ വിചാരിക്കുന്നത് അവരുടെ വില കൂടുകയുള്ളൂ. KSUക്കാർ ആർജവമുള്ള കുട്ടികളാണെന്നേ പറയുള്ളൂ. ഇതൊരു ഉൾപാർട്ടി പോരിൻ്റെ തുടക്കമാണോ KSUയിലൂടെ? അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. ഒരു തരത്തിലും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സ്ഥാനചലനം സംഭവിക്കുന്ന രീതിയിലോ മറ്റൊരു തരത്തിലുമുള്ള ഒരു ചർച്ചയേ അല്ല ഇത് ഉൾപാർട്ടി പോരായിട്ട് കാണേണ്ട ആവശ്യമില്ല. വ്യത്യസ്തമായ അഭിപ്രായം പറയുന്ന ആളുകൾ അത്ര അഭിപ്രായം പറയുമ്പോൾ അതിനെ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതിനപ്പുറത്ത് ഇത് മന്ത്രിസഭയോ അല്ലെങ്കിൽ ഭരണകൂട സംവിധാനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമേ അല്ല. ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു ആശങ്കയാണ്. അത് ആശങ്ക അഡ്രസ്സ് ചെയ്യപ്പെടണം രാഷ്ട്രീയമായിട്ട് എന്നുള്ളത് മാത്രമാണ്. മുഖ്യമന്ത്രിക്ക് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റ്, ആ ലിസ്റ്റ് അനുസരിച്ചാണ് മുഖ്യമന്ത്രി അപ്പോയിൻമെൻറ്റ് നടത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലോയേഴ്സ് കോൺഗ്രസ് ഒരു ലിസ്റ്റ് കൊടുക്കുക, KSU മറുത്തൊരു അഭിപ്രായം പറയുക. ഇതൊരു ട്രാപ്പാണ് മുഖ്യമന്ത്രിയെ പെടുത്തിയത്.
അല്ല, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ഈ ലിസ്റ്റുകൾ ഇതിപ്പോൾ വിവാദമായ സാഹചര്യത്തിൽ ഈ ലിസ്റ്റിൽ ഇത്തരം ആളുകളുടെ വിവാദ വ്യക്തികളുടെ പേരെങ്ങനെ വന്നു, ആ പേര് ശുപാർശ ചെയ്തത് ആരാണ്, എന്തൊക്കെയാണ്, ആരൊക്കെയാണ് അതിൻ്റെ പുറകിലുള്ളതെന്നൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടത് പാർട്ടിക്ക് അകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ പാർട്ടിക്ക് അകത്ത് അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആശങ്കയുള്ള കുട്ടികൾ അത് വിളിച്ചു പറയും. ഇപ്പോൾ ക്യാമ്പസിൽ KSU ആയിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ്റെ ഭരണകാലത്ത് കേരളത്തിലെ ക്യാമ്പസിൽ KSU ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കണം. അത്രയും സംഘടിതമായിട്ടുള്ള അക്രമം, ആക്ഷേപം ഇതെല്ലാം ഏറ്റുവാങ്ങുന്ന കുട്ടികൾ, അവരെ ആക്രമിക്കാൻ കൂട്ടുനിന്ന മനുഷ്യർ ഒരു തരത്തിലും കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് രാഷ്ട്രീയ നിയമനങ്ങളിൽ വരാൻ പാടില്ല. അങ്ങനെ ധീരമായ പോരാട്ടം നടത്തുന്ന ആളുകൾ, ആ പോരാട്ടം നടത്തുന്ന ആളുകളെ ധിക്കരിച്ച് അല്ലെങ്കിൽ അവരുടെ ആശങ്ക കാണാതെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത ആളുകൾ, അവരെ ശുപാർശ ചെയ്ത പിന്തുണച്ച ആളുകളൊക്കെ ആരാന്ന് ഞങ്ങൾക്ക് അറിയണമെന്ന് പറയുന്നു. കോൺഗ്രസ് ലിസ്റ്റ് കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് അതിൽ ഉത്തരവാദിത്തമില്ലല്ലോ. ലോയസ് കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റ് ആണ് സ്വാഭാവികമായിട്ടും പ്ലീഡർ നിയമനമാണ്. ലോയസ് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ പോഷക സംഘടന എന്നുള്ളത് തീരുമാനം എടുക്കേണ്ടത്. ആ മുഖ്യമന്ത്രി അപ്രൂവ് ചെയ്താൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിന് മുഖ്യമന്ത്രിക്ക് അതിൽ പങ്കില്ലല്ലോ. അല്ല, ലോയസ് കോൺഗ്രസിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെന്ന് ലോയസ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് മാധ്യമങ്ങളിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം ഞാനിതിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ ഭാഗമായിട്ടല്ല. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായം ലോയസ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറയുമ്പോൾ ഈ ലിസ്റ്റിന്റെ ആധികാരികതയെക്കുറിച്ചിട്ട് തന്നെ ആശങ്ക ഉന്നയിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ചർച്ച വരുമ്പോൾ ഇതിൽ കൃത്യമായ ഒരു ടേക്ക് വേണം. ഇനി ആര് കൊടുത്ത ലിസ്റ്റായാലും ഇതെല്ലാം മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് ചെയ്താണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പരിശോധിക്കപ്പെടണമായിരുന്നു. അങ്ങനെ പരിശോധിക്കപ്പെട്ടില്ല, അങ്ങനെ വന്നു. പക്ഷെ ഉന്നയിക്കപ്പെടുന്ന ആശങ്കയാണ് ഇവിടെ പ്രശ്നം. എങ്ങനെ വന്നു എന്നുള്ളത് രണ്ടാമത്തെയാണ്. ആശങ്കയിൽ പരാമർശിക്കപ്പെടുന്ന വിവാദ വ്യക്തികൾ ഇവരെന്നാണ് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഭാഗമായത്? കേരളത്തിൽ അടിയന്തരാവസ്ഥയൊന്നും ഉണ്ടായില്ല രഹസ്യമായിട്ട് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ. ഇപ്പോൾ സന്ദീപ് വാര്യരുടെയും പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ്റെയും TK ഗോവിന്ദൻ്റെയും G സുധാകരൻ്റെയും കാര്യമൊക്കെ പലരും പറയുന്നുണ്ട്. അവരെല്ലാം കോൺഗ്രസിലേക്കും UDFിലേക്കും വന്നപ്പോൾ വരുന്ന സമയം മുതൽ പിണറായി വിരുദ്ധ രാഷ്ട്രീയം പറയുന്നു, സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം കൃത്യമായി ഒച്ചത്തിൽ പറഞ്ഞ ആളാണ് സന്ദീപ് വാര്യർ. അപ്പോൾ കോൺഗ്രസിലും UDFിലും വരുന്ന ആളുകൾ കോൺഗ്രസിൻ്റെയും UDFിൻ്റെ രാഷ്ട്രീയം പറയാൻ ബാധ്യതപ്പെട്ട ആളുകളാണ്. അപ്പോൾ രഹസ്യമായി വന്ന് കോൺഗ്രസിലോ UDFിലോ ചേർന്നു എന്ന് പറയുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ ആളുകൾ അവരുടെ ഫേസ്ബുക്ക് പേജ് പോലും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. കോൺഗ്രസിന് അനുകൂലമായി ഒരു പോസ്റ്റ് ഇടുകയോ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയോ ഒരു തരത്തിലെങ്കിലും പിന്തുണ പ്രഖ്യാപിക്കുകയോ ചെയ്തോ എന്ന് അവർക്ക് പോലും സംശയമുള്ളത് കൊണ്ടല്ലേ അവരുടെ പ്രൊഫൈൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് നേരിട്ടറിയാം. ഞാൻ കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് KSUക്കാരെ തല്ലാൻ വേണ്ടിയിട്ട് ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന ആളുകൾ ലീഗൽ സ്റ്റഡീസ് കഴിഞ്ഞ് വക്കീലായതിനു ശേഷം ഈ പ്ലീഡർ നിയമനത്തിൽ വന്നിട്ടുണ്ട്. അതിനൊക്കെ ഉത്തരവാദിത്തം പറയണം. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ അവർ പരിഗണിക്കപ്പെടേണ്ടവരാണെങ്കിൽ അത് ബോധ്യപ്പെടുത്താനുള്ള രാഷ്ട്രീയ മര്യാദ ഉണ്ടാകണം. ഏറ്റവും അവസാനമായി ഇത് പാർട്ടിക്കുള്ളിൽ പറയുകയാണെങ്കിൽ കുറേ കൂടി ഇങ്ങനെ പുറത്ത് പാർട്ടിയെയും സർക്കാരിനെയും കരുവാഴ്ത്തേക്കുന്ന ഒരു സ്ഥിതിയിൽ നിന്നും മാറി ഒരു പരിഹാരത്തിലേക്ക് എത്താൻ സാധ്യത ഉണ്ടായിരുന്നു. അല്ല, പാർട്ടിക്ക് അകത്തുള്ള ഫോറങ്ങളിൽ അത്തരം സംസാരങ്ങളുണ്ട്. ഞാൻ വിചാരിക്കുന്നത് പാർട്ടിക്ക് അകത്ത് അത്തരം സംസാരങ്ങൾ നടക്കുന്ന സമയത്ത് അത്തരം ചർച്ചകളുണ്ട്. അത്തരം ചർച്ചകൾ നടക്കുന്ന സമയത്ത് അതിന് ഉള്ള ഇടവരാതെ വരുമ്പോൾ ആളുകൾക്ക് ഇത് സമയം കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ചിലപ്പോൾ പുറത്ത് പറയേണ്ടി വരും. പുറത്ത് പറയുന്ന ഒരു തെറ്റായ കീഴ്വഴക്കോ പാർട്ടിക്ക് ദോഷമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമല്ല, ഇത് പാർട്ടിക്ക് ഗുണകരമായ പ്രവർത്തനമാണ്. കാരണം ഓരോ സാധാരണക്കാരനായിട്ടുള്ള കോൺഗ്രസ് KSU പ്രവർത്തകരെയും അസ്ഥിരപ്പെടുത്തുന്ന തീരുമാനങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുകയും ചെയ്യുക ആർജവമുള്ള കുട്ടികൾ ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നത് പാർട്ടിക്ക് ഗുണകരമാകുള്ളൂ. 10 വർഷക്കാലം ഭരണവിലാസം സംഘടനയായിരുന്ന SFI പോലെയല്ല, ഭരിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തോന്നിയാൽ തിരുത്തുന്ന KSUവിലാണ് ചേരാൻ കൂടുതൽ ആളുകൾ വരിക. അപ്പോൾ പാർട്ടിക്ക് ഗുണകരമാകുകയുള്ളൂ. പിന്നെ സർക്കാർ എടുക്കുന്ന എല്ലാ തീരുമാനവും എന്ന് പറഞ്ഞാൽ സർക്കാർ മന്ത്രിസഭ മാത്രമല്ല, സർക്കാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥ വൃന്ദവും കൂടി ചേർന്നാണ്, പലതരം സംവിധാനങ്ങൾ ചേർന്നാണ്. എല്ലാ തീരുമാനങ്ങളെയും പിന്തുണയ്ക്കാൻ പറ്റില്ല. സർക്കാരിൻ്റെ ശരിയായ തീരുമാനങ്ങളെ പിന്തുണയ്ക്കുകയും പ്രചാരണം കൊടുക്കുകയും ചെയ്യണം. തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്താനാണ് പാർട്ടി ഉണ്ടാകേണ്ടത്. അത് തിരുത്തി പറയുന്നതിൽ, പരസ്യമായി പറയുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് തെളിയിച്ചിട്ടുള്ള ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയും ഞങ്ങളുടെയൊക്കെ നേതാവുമായിട്ടുള്ള VD സതീശൻ അടക്കമുള്ള ആളുകൾ. G കാർത്തികേയനും PT തോമസും VD സതീശനും ഒക്കെ നയിച്ച പാതയിലൂടെ കടന്നു വന്ന KSUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഇന്ന് കോൺഗ്രസിലും KSUയിലും ഉള്ളത്. അതൊക്കെ മുഖ്യമന്ത്രി പരിഹരിക്കും. ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ വിചാരിക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതൃത്വം ഇടപെട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. എന്തായാലും KSU ഭരണവിലാസം സംഘടനയല്ല, സർക്കാരിനെ തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് KSU സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലക്ക് അലോഷ്യസ് സേവരും ചെയ്തത്. അതിനെ പിന്തുണ കൂടിയാണ് ജിൻഡോ ജോൺ ചെയ്യുന്നത്. ക്യാമറാമാൻ നാസറിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 പാലക്കാട്.